സ്റ്റാൻഡപ്പ് കോമഡി നമ്മുടെ നാട്ടിൽ വളരെ ഒരു യങ് ആർട്ട് ഫോമാണ്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം, ഇതുവരെ ഒരു സ്റ്റാൻഡപ്പ് കോമഡി മരിച്ചിട്ടില്ല. ഞങ്ങളുടെ ചില വീഡിയോകൾ ഇറങ്ങുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ പോലും നിങ്ങൾ വിചാരിക്കേണ്ടത് അപ്പോഴും സ്റ്റാൻഡപ്പ് കോമഡിക്ക് വയസ്സായിട്ടല്ല, ഞങ്ങളുടെ തമാശ മോശമായിട്ടാണ്. ഇനിയിപ്പോൾ ഈ കൂട്ടത്തിൽ അനീസിനാണ് അങ്ങനെ എന്തെങ്കിലും ആരെ തട്ടി പോകണമെന്നുണ്ടെങ്കിൽ അപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം, സ്റ്റാൻഡപ്പ് കോമഡിക്ക് വയസ്സായിട്ടല്ല, അനീസിന് വയസ്സായിട്ടാണ്. കഴിഞ്ഞ ദിവസം അനീസ് തലയേറ്റ് വീണു. ഞങ്ങൾ ഇവനെ കൊണ്ടുപോയിട്ട് ഇവന്റെ ബ്ലഡ് കൊണ്ട് ലാബിൽ കൊടുത്ത് ടെസ്റ്റ് ചെയ്തു. ഇവന്റെ ഫാസ്റ്റിംഗ് ഷുഗർ 300. ഇവൻ പച്ചക്കറിയൊക്കെ കഴിയുമ്പോൾ കൈ മുറിയുമ്പോൾ ബ്ലഡി സ്വീറ്റ് എന്നാ പറയുന്നത്. ഒരു ദിവസം ഇങ്ങനെ അനീസിക്ക പെട്ടെന്ന് ദിവസം തട്ടിപ്പോണെങ്കിൽ ഞങ്ങൾ അനീസിക്കാനെ കുഴിച്ചിടില്ല. ഞങ്ങൾ അനീസിക്കാനെ കരിമ്പിൻ ജ്യൂസ് അടിക്കുന്നവർ കൊടുക്കും. കാരണം കരിമ്പിൻ ജ്യൂസിന്റെ ഫാസ്റ്റിംഗ് ഷുഗർ 120. അങ്ങനെ ജ്യൂസ് അടിച്ച് ബാക്കിയുള്ള അനീസിക്കാനെ നമ്മൾ കുഴിച്ചിടാൻ വീടിന്റെ മുറ്റത്ത് കൊണ്ടുപോയി വെക്കുമ്പോൾ 4 ഉറുമ്പുകൾ തലയിൽ തവലയിട്ടിട്ട് വരില്ല. ഇപ്പോഴത്തെ കാലത്ത് എല്ലാം വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. നമ്മളൊരു സിനിമ കാണാൻ പോകണമെങ്കിൽ വരെ പണ്ടൊക്കെ ഒരു CID ന്യൂസ് എന്ന് പറഞ്ഞാൽ വെറുതെ ചെല്ലുക പോയിരിക്കുക കാണുക, അത്രേ വേണ്ടു. ഇന്നൊരു സിനിമ കാണാൻ പോകുന്നത് അങ്ങനെയല്ല. സിനിമ ഇറങ്ങുന്നതിന്റെ 6 ദിവസം മുമ്പ് ഡയറക്ടർ ഇതുവരെ ഇറങ്ങിയ ആളുടെ 6 പടം കാണണം. പടം ലേബർ ഇന്ത്യയിൽ ഇപ്പൊ വരുന്നത് LCU അടുത്ത സിനിമയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ. ഒരു പരീക്ഷ ഹോളിൽ പോണ ഫീലാണ് സിനിമയ്ക്ക് ചെല്ലുമ്പോ. അവിടെ ചെല്ലുമ്പോ പിള്ളേരിടാ നീ കൈക്ക് കണ്ടോ? കൈക്ക് ഞാൻ കണ്ടില്ല. വിക്രം ഞാൻ കണ്ടില്ല. ലിയോ ഞാൻ കാണാതിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു പോലീസുകാരൻ വന്നു, എല്ലാവരും കൂടി കൈയടിക്കുന്നു. എനിക്കിത് എന്ത് കാര്യത്തിനാന്ന് മനസ്സിലായില്ല. ഞാൻ അനീസിന്റെ അടുത്ത് അനീസ് എഴുന്നേറ്റ് കൈയടിക്കുന്നു, വിസിലടിക്കുന്നു. ഞാൻ ഇവന് കൈ തട്ടിയിടാ, ഇതാരാ ഈ പോലീസുകാരൻ? അവന്റെ ഇത് കിട്ടിയ മറുപടി എന്ന് പറയുമ്പോൾ എനിക്ക് ഈ പണ്ടൊക്കെ മാത്സ് നമുക്ക് ചില സമയത്ത് ബോധോദയം വരുമ്പോൾ ടീച്ചറോട് ചോദിക്കും, ടീച്ചർ എനിക്ക് പഠിക്കണം എന്ന് ആഗ്രഹം വന്നു, എന്താ ഇത് ഈ പ്രോബ്ലം എന്താന്ന് ചോദിക്കുമ്പോൾ ഇതൊക്കെ ചെറിയ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ളതല്ലേ, ഇപ്പൊ മറന്നോ? അതൊക്കെ എനിക്ക് പഠിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അനീസ് എന്റെ അടുത്ത് ചോദിച്ചു, നീ കൈതി കണ്ടതല്ലേ? ഇല്ല കൈതി കണ്ടില്ല. എന്നാ മിണ്ടാണ്ടിരുന്ന സിനിമ കണ്ടു.